സ്റ്റുഡൻസ് സാധാരണ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പൊതുവേ സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. അത്തരത്തിൽ 5 മിസ്റ്റേക്ക് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ഒന്ന്, ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോക്കി നിങ്ങളൊരു സ്ട്രീം സെലക്ട് ചെയ്യരുത്. SLC കഴിഞ്ഞു, ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും നമ്മുടെ കുട്ടികളുടെ ഭൂരിഭാഗം ആൾക്കാരും. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും എഴുതിയ SLCയുടെ റിസൾട്ടൊക്കെ വന്നു. 99.07% ഈ വർഷം കേരളത്തിലെ വിജയ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പരിഷ്കരണവും അതേപോലെ തന്നെ സിലബസ് മാറ്റവും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മളെ മക്കൾ കടന്നുപോയത്. അപ്പോൾ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് നല്ലൊരു വിജയ ശതമാനം നേടാൻ നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരുപാട് പേരിപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും. SLC കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇനി ഞാൻ ഏത് ഫീൽഡിലേക്കാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും ഉണ്ടാവുക. എങ്കിൽ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടും അവരുടെ പാരൻസിന് വേണ്ടിയിട്ടുമാണ് നമ്മുടെ തിങ്ക് ടു ലേൺ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ SLC കഴിഞ്ഞ ശേഷം പലർക്കും ഡൗട്ട് ഉണ്ടാകാം, ഇനി ഞാൻ ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രീം എന്ന് പറയുന്നത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിരിക്കും. ആക്ച്വലി അത് തന്നെയാണ് ഭൂരിഭാഗം നമ്മുടെ എല്ലാ ഫാമിലീസും എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആണ്. നമ്മുടെ ലൈഫിൻ്റെ മുന്നോട്ടേക്കുള്ള ലൈഫിന് നമ്മൾ ഏത് ജോബിന് പോകണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ് ആക്ച്വലി നമ്മൾ ഈ ചൂസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്ട്രീം എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ +2 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രീംസ് എന്ന് പറയുന്നത് സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ആണ്. നമ്മൾ ഇതിന് ഏതൊക്കെ മേഖലകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ സ്ട്രീം സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സയൻസിൻ്റെ കേസ് നോക്കാം. സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അഡ്മിഷൻ കിട്ടുന്നത് അത്യാവശ്യം മാർക്കുള്ള കുട്ടികൾക്ക് തന്നെയാണ്. നമ്മൾ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ തുറന്ന് പറയണം. അതായത് ഒരുപാട് നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് സയൻസിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള പോസിബിലിറ്റീസ്, നമ്മുടെ കരിയർ പാത്തിലേക്ക് നമുക്കുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ, എഞ്ചിനീയർ, അതേപോലെ തന്നെ റിസർച്ച് ഫീൽഡ്, അതേപോലെ തന്നെ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ഒരു എമർജിങ് ഫീൽഡാണ്. ആ ബയോടെക്നോളജി ആവാം, അല്ലെങ്കിൽ നേഴ്സിംഗ്, ഫാർമസി എന്ന് പോലുള്ള ഒരുപാട് മേഖലകളിലേക്കുള്ള ഒരു വേ ആണ് സയൻസ് നമുക്ക് തുറന്നിടുന്നത് മുന്നിൽ. അപ്പോൾ നമ്മൾ ബയോളജി സയൻസിൽ തന്നെ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും. ആ ബയോളജി സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നീ വിഷയങ്ങളാണ് പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസ് ആകുമ്പോൾ ബയോളജിക്ക് പകരം എന്ത് ചെയ്യും ചെയ്യുന്നത്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് AI ഒക്കെ കൂടുതൽ ഡെവലപ്ഡായി വരികയാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സ്ട്രീം സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ആലോചിച്ചായിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്, ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇനി ഭാവിയിൽ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയും ഹയർ സ്റ്റഡീസും കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഏത് ഫീൽഡിലായിരിക്കും ജോലി സാധ്യത ഉള്ളത് എന്ന് നോക്കിയിട്ട് കൃത്യമായി ചൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളൊരു സ്ട്രീം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നീറ്റ് എക്സാമുകൾ, അതേ JEE പോലുള്ള എക്സാമുകളൊക്കെ ഉണ്ട്. അതായത് NIT, IIT പോലുള്ള സ്ഥലങ്ങളിലേക്ക് അഡ്മിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സാമാണ് JEE എക്സാം എന്ന് പറയുന്നത്. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലുമൊക്കെ ഉള്ള മെഡിക്കൽ കോളേജുകൾ, അതേപോലെ തന്നെ മറ്റ് എയിംസ് പോലുള്ള ഹോസ്പിറ്റൽസ്, എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജിപ്മർ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടത്തേക്കൊക്കെ നമ്മുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്സാമാണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നീറ്റും JEE ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സയൻസ് എന്ന് പറയുന്ന സ്ട്രീമിലോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു സ്ട്രീമാണ് സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ കൊമേഴ്സ്. അതായത് നിങ്ങൾ ഒരു ബിസിനസ് പരമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഫീൽഡാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതായത് CA, ACCA, ബാങ്കിങ്, ബിസിനസ്, ഫിനാൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി ഒരുപാട് ജോലി സാധ്യതകൾ അല്ലെങ്കിൽ മുന്നിലേക്കും ഒരുപാട് അവസരങ്ങളുള്ള നല്ലൊരു ബെസ്റ്റ് ഫീൽഡാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡിമാൻഡാണ്. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എന്ത് ചെയ്യുകയാണ്, അത് വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ധാരാളം ജോലി സാധ്യതകൾ വരും. ഇപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവരുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ ആഡ് റൺ ചെയ്യുന്നതും. അത്തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനൊക്കെ ഇനിയും എന്തുണ്ട്, ഒരുപാട് സാധ്യതകളുള്ളൊരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ഇപ്പം ചിന്തിക്കുന്നത് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ നല്ല മൈൻഡ് സെറ്റ് ഉണ്ട് എന്ത് തുടങ്ങണമെന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊമേഴ്സ് ഫീൽഡാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് മാത്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. മാത്സ് സാർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പം മാത്സ് ഇഷ്ടമില്ലാത്തവർക്കും നല്ല കരിയർ ഓപ്ഷൻസ് ഉണ്ട് മക്കളെ. അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഡിസൈനിങ്, ജേർണലിസം, സൈക്കോളജി, അതേപോലെ തന്നെ ടീച്ചിങ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബയോളജിയോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പോലുള്ള സബ്ജക്റ്റുകളുടെ ടീച്ചിങ് ആൻഡ് ഫോട്ടോഗ്രാഫി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസത്തിലുള്ള ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നേഴ്സിംഗ് ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് വക്കീലാവാം. അത്തരത്തിൽ മാത്സ് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തിട്ട് പിന്നീട് പഠിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാ പൊതുവേ കാണുന്നൊരു ട്രെൻഡ് എന്ന് പറയുന്നത് അവന് മാർക്കില്ല അല്ലെങ്കിൽ അവൾക്ക് മാർക്കില്ല, അതുകൊണ്ട് അവൾക്ക് ഹ്യൂമാനിറ്റീസ് മാത്രമേ കിട്ടൂ, നീ ഹ്യൂമാനിറ്റീസിന് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരുപാട് ടീച്ചേഴ്സിനെയും പാരൻസിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വീക്ക് സ്റ്റുഡൻസിനുള്ള സ്ട്രീമല്ല. ഓക്കെ, അവർക്കും അത് ചൂസ് ചെയ്യാം. പക്ഷേ എന്തല്ല, അങ്ങനെ ഒരു മാർക്ക് കുറഞ്ഞത് കൊണ്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. നമ്മുടെ ഭരണത്തിനെ നിയന്ത്രിക്കുന്ന സിവിൽ സർവീസ്, അതേപോലെ തന്നെ സൈക്കോളജി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താണ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ. മെൻ്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഡെയിലി ലൈഫ് നമ്മുടെ ജീവിത രീതിയൊക്കെ മാറി വരികയാണ്. അത്തരത്തിലുള്ള മെൻ്റൽ ഹെൽപ്പ് വേണ്ട ആൾക്കാർക്ക് അത്തരത്തിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സെൻറ്റേഴ്സൊക്കെ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള അവയർനെസ് ഒക്കെ കൂടി വരികയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സൈക്കോളജിക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു സ്കോപ്പൊന്നും എവിടെയും പോയി പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിയമവ്യവസ്ഥയ്ക്കുള്ളിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിൽ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവിടത്തേക്ക് കൃത്യമായിട്ട് ആളുകളെ വേണ്ടി വരും, വക്കീൽസിനെയും അതേപോലെ തന്നെ പോലീസ് പോലുള്ള ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ലോ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വേണ്ടി വരും. അതേപോലെ തന്നെ ടീച്ചിങ്, നെക്സ്റ്റ് ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുന്ന, നല്ലൊരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചിങ്ങും നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടീച്ചിങ്ങിലും നല്ല മികച്ച അവസരങ്ങൾ മുന്നോട്ടേക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. സോഷ്യൽ വർക്ക്, നമ്മുടെ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സോഷ്യൽ വർക്ക് പോലുള്ള BSW MSW പോലുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ധാരാളം വർക്കുകളും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതേപോലെ തന്നെയുള്ള കമ്പനികളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, എല്ലാവരും പറയും ഹ്യൂമാനിറ്റീസ് മാർക്ക് കുറവായതുകൊണ്ട് ഹ്യൂമാനിറ്റീസിന് ചേർന്നല്ല. ഏറ്റവും നല്ല നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് സംഭാവന നൽകാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കറക്റ്റ് സ്ട്രീം എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് നമുക്ക് 4 ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക, ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങൾക്കിത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് ആണോ, നിങ്ങൾ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ സയൻസ് എടുക്കുകയാണ്, സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറാവും അല്ലെങ്കിൽ ഡോക്ടറാവും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും, അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ ഹാപ്പി ആയിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നിങ്ങളുടെ നാച്ചുറലി ഉള്ള സ്ട്രെങ്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വർഷം നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ചില മൈൻഡിൽ ചില ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും ചിലതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി കരിയർ ഗോൾ, നിങ്ങളുടെ ഫ്യൂച്ചർ ഡ്രീം എന്താണ്. അതായത് നിങ്ങൾക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, ഡിസൈനർ ആവണോ, അല്ലെങ്കിൽ IAS ആവണോ, അല്ലെങ്കിൽ ഒരു സംരംഭകനാവണോ, പുതിയ കാര്യങ്ങൾ തുടങ്ങണോ, ബിസിനസ് തുടങ്ങണോ, അത്തരത്തിൽ നിങ്ങളെ കരിയർ ഗോൾ നിങ്ങളിപ്പോഴേ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അതായത് ഞാൻ ഇന്ന രീതിയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കണം, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക മക്കളെ. നിങ്ങൾ ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉന്നതാധികാരി എന്നുള്ള ഒരു ഹൈ പ്രഷറുള്ള ജോബ് വേണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു എൻവയോൺമെൻറ്റ് വേണോ, അതിനനുസരിച്ചും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണം, കോഴ്സ് സെലക്ട് ചെയ്യണം. അതായത് ടീച്ചിങ് പോലുള്ള ഇതൊക്കെ നമുക്ക് വലിയ പ്രഷറില്ലാതെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രഷർ ഉണ്ടാവും, എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ജോലി വേണോ, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പം ഹൈ പ്രഷർ വരുന്ന ജോബുകൾ ഉണ്ടാവാം. അപ്പോൾ ആ ജോബുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, IAS പോലുള്ള ജോബുകളൊക്കെ എന്താണ് നമ്മൾ കാണുന്ന സമയത്ത് കളക്ടർ അല്ലെങ്കിൽ മറ്റ് കളക്ടേഴ്സ് അതുപോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടാവും.
പക്ഷേ അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം മിലിറ്ററിക്ക് ചേരുന്ന ആൾക്കാർക്ക് അവിടെ നല്ല പ്രഷറുണ്ട്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, സ്ട്രെങ്ത്ത്, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണം അല്ലേ, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു സ്ട്രീം എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇനി സ്റ്റുഡൻസ് സാധാരണ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്, അതായത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് പൊതുവേ സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. അത്തരത്തിൽ 5 മിസ്റ്റേക്ക് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ഒന്ന്, ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോക്കി നിങ്ങളൊരു സ്ട്രീം സെലക്ട് ചെയ്യരുത്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇഷ്ടം ചിലപ്പോൾ സയൻസ് ആയിരിക്കാം. ആ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എനിക്ക് ആപ്റ്റാണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. എനിക്കത് ആപ്റ്റാണെങ്കിൽ മാത്രമേ ഞാനത് സെലക്ട് ചെയ്യാവൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പം സയൻസിന് ചേരുകയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും സയൻസിന് പോയി ചേരരുത്. ഓക്കെ, നിങ്ങളതിൽ ആപ്റ്റാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് പോയി ചേരാം. അല്ലെങ്കിൽ പിന്നീട് അവിടെയുള്ള കൺസെപ്റ്റുകൾ പഠിക്കാനും സബ്ജക്റ്റൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി പാരൻസ് പ്രഷർ, നിങ്ങളൊരു കാര്യം പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ അവരിലേക്ക് കുത്തിയിറക്കരുത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാം, ഇന്ന ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. എൻ്റെ മകൻ ഡോക്ടർ തന്നെ ആവണം, അല്ലെങ്കിൽ എൻ്റെ മകൻ എഞ്ചിനീയർ തന്നെ ആവണം, എൻ്റെ മകൻ ടീച്ചർ തന്നെ ആവണം എന്നുള്ളത് ഒരിക്കലും കുട്ടികളോട് പറയാൻ വേണ്ടി പാടില്ല. പകരം ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, നിനക്ക് ഏതാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പറയേണ്ടത്. ഇനി അടുത്തതാണ് ട്രെൻഡ് ഫോളോ ചെയ്യൽ. അതായത് ഇപ്പോൾ പുതിയ കാലത്ത് ഒരുപാട് ട്രെൻഡുകൾ ഇങ്ങനെ കോഴ്സുകൾ എന്ത് ചെയ്യും, പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ട്രെൻഡിന് പിന്നാലെ ഓടരുത്. കാരണം ആ ട്രെൻഡ് എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു കാലത്ത് 2015-18 ആ കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ഡിഗ്രിക്ക് പുറകെയായിരുന്നു. അതിന് മുന്നേ കുറേ മുന്നേ എന്തായിരുന്നു, എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പുറകെയായിരുന്നു. ഈ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. ആ ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മറ്റൊന്ന് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുടെ പാഷനെ ഇഗ്നോർ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, നിങ്ങളുടെ പാഷനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ പാഷൻ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സ്, കോമേഴ്സ് അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുണ്ട്, അത്തരത്തിലുള്ള കോഴ്സുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അവഗണിക്കുന്നത് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കത് ഒരു വലിയൊരു വിഷമത്തിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂച്ചർ സ്കോപ്പ് റിസർച്ച് ചെയ്യാത്തത്. അതായത് ഇതിപ്പോൾ 2026 വർഷം, ഇനി ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രീം ഈസി ആണെന്ന് പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ആ ഒരു സ്ട്രീം എടുക്കാൻ വേണ്ടി പാടില്ല. ഇനി നമുക്ക് മുന്നിലേക്കുള്ള കരിയർ അവയർനെസ്, അതായത് നമുക്ക് മോഡേൺ കരിയർ എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ആനിമേഷൻ, UI/UX ഡിസൈൻ, കണ്ടൻറ് ക്രിയേഷൻ, ബയോടെക്നോളജി, ഏവിയേഷൻ, ഇതൊക്കെ നമ്മുടെ പുറത്തും അതേപോലെ തന്നെ ഇന്ത്യക്കകത്തുമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പം അവസാനമായിട്ട് നിങ്ങളോടൊരു വാക്കാണ് പറയാനുള്ളത്, SLC ഒരിക്കലും ഒരു അവസാനമല്ല. ഇവിടെ നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവാം, കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവാം. അപ്പോൾ ഇതൊരിക്കലും നിങ്ങളുടെ ഒരു അവസാനമല്ല, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പം എല്ലാവർക്കും അടിപൊളിയായിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ പാരൻസിന് ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.